ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി 21, വിശുദ്ധ പീറ്റർ ഡാമിയൻ. പീറ്റർ ഡാമിയൻ എന്ന വിശുദ്ധൻ ജനിച്ചു വീണത് ദാരിദ്ര്യത്തിന്റെയും ക്രൂരതയുടെയും നടുവിലേക്കായിരുന്നു. വലിയൊരു കുടുംബത്തിലെ അവസാന സന്തതിയായിരുന്നു അദ്ദേഹം. കുടുംബം ദാരിദ്ര്യത്തോട് പടവെട്ടി ജീവിച്ചു വരവെയാണ് പീറ്ററിന്റെ ജനനം. ഇത് മൂത്ത സഹോദരനെ ക്ഷുഭിതനാക്കി. അയാൾ വളരെ ക്രൂരമായി ആ പിഞ്ചു കുഞ്ഞിനോട് പെരുമാറി. പെറ്റമ്മ പോലും പീറ്ററിനെ കൈവിട്ടു. മുലപ്പാൽ പോലും കുടിക്കാതെ എങ്ങനെയൊക്കെയോ ആ പിഞ്ചു കുഞ്ഞ് വളർന്നു വന്നു. പലപ്പോഴും അയൽവാസികളുടെ കാരുണ്യം കൊണ്ടാണ് പീറ്ററിന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചത്. മാതാപിതാക്കൾ കൂടി മരിച്ചതോടെ പീറ്റർ തീർത്തും അനാഥനായി. മൂത്ത സഹോദരന്മാരിൽ ഒരാളുടെ സംരക്ഷണയിൽ കുറച്ചു കാലം കഴിഞ്ഞു. തനിക്ക് കിട്ടിയ ഭക്ഷണത്തിന് പകരമായി പന്നികളെ നോക്കുന്ന ജോലി അവന് ചെയ്യേണ്ടതായി വന്നു. പീറ്ററിന്റെ സ്ഥിതി മനസ്സിലാക്കിയ മറ്റൊരു സഹോദരൻ അവനെ ഇറ്റലിയിലെ റാവി നഗരത്തിലേക്ക് കൊണ്ടുപോയി. ആ സഹോദരൻ ഒരു പുരോഹിതനായിരുന്നു. പീറ്ററിന് വേണ്ട വിദ്യാഭ്യാസം ഇവിടെ നിന്നാണ് ലഭിച്ചത്. പഠനത്തിൽ സമർത്ഥനായിരുന്ന പീറ്റർ 25-ാം വയസ്സിൽ പഠനം പൂർത്തിയാക്കി അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. അധികം വൈകാതെ ബെനഡിക്റ്റൻ സന്യാസ സഭയിൽ ചേർന്ന് പുരോഹിതനായി. രാത്രി സമയം മുഴുവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. കഠിനമായ പ്രാർത്ഥനയും ഉപവാസവും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ തളർത്തി. പുരോഹിതരുടെ പ്രായശ്ചിത്ത പ്രവർത്തികൾ തീവ്രമാക്കണമെന്ന പക്ഷക്കാരനായിരുന്നു ഡാമിയൻ. അടിയേറ്റ് വേദന കൊണ്ട് പൊളയുക അദ്ദേഹം കണ്ടെത്തിയ പ്രായശ്ചിത്തങ്ങളിൽ ഒന്നായിരുന്നു. തിരുസഭയുടെ നവീകരണത്തിലും അദ്ദേഹം ശ്രദ്ധ വച്ചു. പലപ്പോഴും വത്തിക്കാനിൽ നിന്ന് അദ്ദേഹത്തിന് നേരിട്ട് ഉത്തരവാദിത്തങ്ങൾ കിട്ടുമായിരുന്നു. സഭകളും ആശ്രമങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുകയായിരുന്നു അതിലേറെയും. 1057 അദ്ദേഹം ഓസ്റ്റിയയിലെ കർദിനാളായി. 1072 വരെ ആ സ്ഥാനത്ത് തുടർന്നു. ആ വർഷം ഫെബ്രുവരി 21 വിശുദ്ധ പീറ്റർ ഡാമിയൻ മരിച്ചു. വിശ്വാസവും പ്രാർത്ഥനാ ചൈതന്യവും സംരക്ഷിക്കാൻ ത്യാഗങ്ങളെ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ചഞ്ചല ചിത്തരാവുന്ന സഭാമക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.